പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നന്നായി പഴുത്ത് തൊലിയൊക്കെ കറുത്തിരിക്കുന്ന പഴം കഴിക്കാൻ ആർക്കും ഇഷ്ടം കാണില്ല. അങ്ങനെയുള്ള പഴം ഇരിക്കുമ്പോൾ അതിനെടുത്ത് വേസ്റ്റാക്കി കളയാതെ ആ പഴവും പച്ചരിയും ശർക്കരയും തേങ്ങാപ്പാലും മുട്ടയും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ടേസ്റ്റിയായ കലത്തപ്പം കിണ്ണത്തപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പെട്ടെന്ന് തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. അതിലേക്ക് നല്ലതുപോലെ പഴുത്ത 1-2 നേന്ത്രപ്പഴം അരിഞ്ഞിടാം. പിന്നെ ഒരു മുട്ട, പിന്നെ തേങ്ങാപ്പാൽ, ശർക്കര ഉരുക്കി ശർക്കരപ്പാനി, പിന്നെ 2-3 ഏലയ്ക്ക, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ആട്ടിയെടുക്കണം. ഒട്ടും തരിയില്ലാതെ, നമ്മൾ കിണ്ണത്തപ്പത്തിനൊക്കെ ആട്ടുമ്പോൾ ഒട്ടും തരി കാണില്ല. തരിയില്ലാതെ നല്ലതുപോലെ മഷി പോലെ ആട്ടിയെടുക്കണം. ആട്ടിയെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അരിച്ചെടുക്കണം. അപ്പോഴേ എങ്കിലേ ആ കിണ്ണത്തപ്പമൊക്കെ നമ്മൾ തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. ഇതും അതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, ഒട്ടും തരിയില്ലാതിരിക്കാൻ. ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നെയ്യ് പുരട്ടിയ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. നിറച്ച് മാവ് ഒഴിക്കേണ്ട, ഒരു അരപ്പാത്രം മാവ് മതി. ഇതുപോലെ നമുക്ക് ആവിയിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും. പഴത്തിൻ്റെ തൊലി കറുത്ത പഴമൊക്കെ നമുക്കിനി എടുത്ത് കളയണ്ട. ഇതുപോലെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഇതുപോലെ 4 മണിക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ടേസ്റ്റിയായ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്നതാണ്. കിണ്ണത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തുടർന്ന് ഞാനിടുന്ന വീഡിയോകൾ എല്ലാ കൂട്ടുകാരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.